ശ്രീ സായിരാം. പ്രശാന്തി നിലയത്തിൽ നിന്നും സ്നേഹപൂർവം സായിരാം. സായി പ്രചോദനങ്ങൾ ഡിസംബർ 20, 2023. സമൂഹത്തിനും പ്രകൃതിക്കും നാം തിരികെ നൽകേണ്ട ഉപഹാരം എന്താണ്? നാം അത് എങ്ങനെയാണ് തയ്യാറാക്കേണ്ടത്? ഭഗവാൻ ഇന്ന് നമ്മെ സ്നേഹപൂർവം വിശദീകരിക്കുന്നു. പ്രേമസ്വരൂപരെ, ശരീരമാകുന്ന വൃക്ഷത്തിന് സാഫല്യം നേടാൻ സാധിക്കുന്നത് അതിൽ പ്രേമം വിളയുമ്പോഴാണ്. ആ മധുരഫലത്തിനു വേണ്ടിയാണ് നാം ശരീരത്തെ പോഷിപ്പിച്ച് വളർത്തുന്നത്. ശരീരം അതിനുവേണ്ട പോഷകങ്ങൾ പ്രകൃതിയിൽ നിന്നും സൂര്യനിൽ നിന്നും സ്വീകരിക്കുന്നു. പ്രകൃതിയിൽ നിന്നും സമൂഹത്തിൽ നിന്നും ലഭിച്ച വരദാനങ്ങൾക്കു പകരമായി അത് എന്താണ് തിരികെ നൽകേണ്ടത്? പ്രേമം. ആത്മീയമായ അനുഷ്ഠാനങ്ങളിൽ നിന്നും ലഭിക്കുന്ന ആനന്ദവുമായി താരതമ്യം ചെയ്യുമ്പോൾ ബാഹ്യലോകത്തു നിന്നും നേടിയെടുക്കുന്ന സന്തോഷം എത്രയോ തുച്ഛമാണെന്ന് സാധുക്കളുടെയും സന്യാസികളുടെയും അനുഭവങ്ങളിൽ നിന്നും നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അത് നേടിയെടുക്കുന്നതിനായി വിരക്തിയാൽ നിറഞ്ഞ ആത്മീയ അനുഷ്ഠാനങ്ങൾ അത്യാവശ്യമാണ്. കുഴൽക്കിണർ നിർമ്മിച്ചു കഴിഞ്ഞാൽ അതിൽ നിന്നും വെള്ളം വലിച്ചെടുക്കുന്നതിനായി അതിന്റെ കുഴലിൽ നിന്നും വായു ഒഴിവാക്കണം. എങ്കിലേ വെള്ളത്തിന് മുകളിലേക്ക് ഉയർന്നു വരാൻ സാധിക്കുകയുള്ളൂ. കുഴലിൽ വായുവുണ്ടെങ്കിൽ വെള്ളം ഉയർന്നു വരികയില്ല. എന്നതുപോലെ ലൗകിക കാര്യങ്ങളോടുള്ള ആസക്തി നിങ്ങളുടെ ആത്മീയ അനുഷ്ഠാനങ്ങൾക്ക് ഭംഗം വരുത്തുന്നില്ലെന്ന് ഉറപ്പുവരുത്തുക. ഇന്ദ്രിയ സുഖങ്ങളും ഗർവും മനസ്സിനെ കീഴടക്കുമ്പോൾ പ്രേമം ഉയർന്നു വരികയില്ല. നിങ്ങളുടെ സത്കർമ്മങ്ങളാകുന്ന പുഷ്പങ്ങളിൽ നിന്നും ജനിക്കുന്ന ഫലമാണ് പ്രേമം. 1963 ഡിസംബർ 8 ഭഗവാൻ നടത്തിയ ദിവ്യ പ്രഭാഷണത്തിൽ നിന്നുള്ള പ്രസക്ത ഭാഗം. സായിയോടൊപ്പം സായിക്കു വേണ്ടി സായിയിൽ മുഴുകിയ ഒരു ദിവസം ആശംസിക്കുന്നു. ജയ് സായിരാം.